മോദി ഫിനിഷ്ഡ്, മോദി യുഗം തീർന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരുപാട് സ്റ്റാറ്റസുകളും ട്രോളുകളും മറ്റൊക്കെ കാണാനായിട്ട് സാധിച്ചായിരുന്നു. ഇതെന്താണ് ഇതിന്റെ റിയാലിറ്റി? മോദി എന്ന് പറയുന്ന ആ 10 വർഷത്തെ വലിയ ശക്തി തീർന്നോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, സുനാമി വരുന്നതിന് മുമ്പ് കടലൊന്ന് ഉൾവലിയ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് എന്നുള്ളൊരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും ഇത് അതാണ് സംഭവം എന്നുള്ളൊരു കാര്യം ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് വളരെ വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. നരേന്ദ്രമോദി റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളും മറ്റൊക്കെ കാണാനായിട്ട് സാധിച്ചായിരുന്നു. എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്നുള്ളൊരു കാര്യം തന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരാളുടെ, അത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നരേന്ദ്രമോദി ആയാലും ശരി രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി, 5 വർഷത്തെ ഒരു ടെന്യൂർ കഴിഞ്ഞേക്കുന്ന സമയത്ത്, അവർ ആ ഒരു ടേം കഴിഞ്ഞേക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറാണ് യഥാർത്ഥത്തിൽ ഈ റെസിഗ്നേഷൻ എന്നുള്ളൊരു കാര്യം വേണം നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കാനായിട്ട്. അതായത് 5 വർഷം എന്ന് പറയുന്ന ഒരു ടെന്യൂർ കംപ്ലീറ്റ് ആവുന്നതോട് കൂടി തന്നെ അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്ത് അവരുടെ റെസിഗ്നേഷൻ സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതിനർത്ഥം മോദി യുഗം അവസാനിച്ചോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 2014 ഇലക്ഷൻ കഴിഞ്ഞ് 2019 ഈ 2 പ്രാവശ്യം ഇദ്ദേഹം റെസിഗ്നേഷൻ കൊടുത്തേക്കുന്ന സമയത്തും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, അടുത്ത പ്രാവശ്യം ഇദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രിയായിട്ട് വരാന്നുള്ളൊരു കാര്യം. കാരണം ഇദ്ദേഹത്തിന് ഭൂരിപക്ഷമായിട്ടുള്ള ഒരുപാട് സീറ്റുകൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 272 എന്ന് പറയുന്ന മാജിക് നമ്പർ ഇദ്ദേഹത്തിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഒരുപാട് ട്വിസ്റ്റുകളാണ് നരേന്ദ്രമോദിക്ക് സംഭവിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത്, അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയാണോ ശ്രീ രാഹുൽ ഗാന്ധിയാണോ എന്നുള്ളൊരു ചൂട് പിടിച്ച ചർച്ചാ വിഷയമാണ് മറ്റ് 2 കൊല്ലങ്ങളില്ലാത്ത രീതിക്ക് ഈ കൊല്ലം കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 272 എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ച് തന്നെയാണ്. ഈ നമ്പർ പിന്നിടുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടി ആയിരിക്കും യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ നമ്പർ എന്ന് പറയുന്നത് 2 പാർട്ടികളെ കൊണ്ടും അച്ചീവ് ചെയ്യാനായിട്ട്, അതായത് സ്വതന്ത്രമായിട്ട് നിന്നുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പാർട്ടിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. 99 സീറ്റാണ് കോൺഗ്രസിന് നേടാനായിട്ട് സാധിച്ചേക്കണെന്നുണ്ടെങ്കിൽ, മോദിയുടെ BJPക്ക് ഈ പ്രാവശ്യം നേടാനായിട്ട് സാധിച്ചേക്കുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 240 സീറ്റുകൾ മാത്രമാണ്. 272 എന്ന് പറയുന്ന നമ്പർ ഇനി നേടിയെടുക്കാനായിട്ട് ഇവർ അല്പം പാടുപെടുമെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത് വലിയൊരു ഗെയിം തന്നെയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹൂ വിൽ ബി ദ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? രാഹുൽ ഗാന്ധിയാണോ അതോ നരേന്ദ്രമോദിയാണോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത 5 വർഷത്തേക്ക് നമ്മളെ ഭരിക്കാൻ നിൽക്കുന്ന ആളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നരേന്ദ്രമോദി എന്ന് പറയുന്നത് NDA എന്ന് പറയുന്ന അലയൻസ്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ ലീഡ് ചെയ്യുന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്നുണ്ടെങ്കിൽ, ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം മറ്റ് പാർട്ടികളും മറ്റ് ചെറുകിട പാർട്ടികളുമായി തമിഴ്നാട്ടിൽ 40ൽ 40 സീറ്റുകൾ തൂത്തുവാരിക്കുന്ന ഒരു പാർട്ടിയാണ് സ്റ്റാലിൻ്റെ പാർട്ടി. അത് ഞാൻ എടുത്തു പറയുന്നു, DMK ആണ്. ഈ പാർട്ടി അടക്കം കൂടുന്ന ഒരു അലയൻസിനെ പറയുന്ന പേരാണ് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡിൽ NDA എന്ന് പറയുന്ന നരേന്ദ്രമോദി നിൽക്കുന്ന സമയത്ത്, തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് അവർ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന വലിയ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്ന ഒരു അലയൻസിനെയാണ്. ഇവരിൽ 2 പേരിലും ആരാണ് വിജയിക്കുക എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, വിജയം പരാജയം എപ്പോഴും തീരുമാനിക്കുന്നത് സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് വരുന്നത് അവരാണ് ഈ ഇലക്ഷനകത്ത് വിജയിക്കുക, അടുത്ത പ്രധാനമന്ത്രി ആവുക, അടുത്ത ഗവൺമെന്റ് ഫോം ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. 272 272 ഈ ഒരു മാജിക് നമ്പർ നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. 272 സീറ്റിന് മുകളിൽ സീറ്റ് ഉള്ള പാർട്ടി, ലീഡ് ചെയ്യുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടി ആയിരിക്കും ഇനി ഇന്ത്യ ഭരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ വന്നേക്കുന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം 234 സീറ്റോട് കൂടിയിട്ടാണ് ഇന്ത്യ അലയൻസ് സീറ്റുകൾ നേടിയേക്കുന്നതെന്നുണ്ടെങ്കിൽ, തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന NDA എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ അലയൻസ് അവർ നേടിയേക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് എന്ന് പറയുന്നത് 293 സീറ്റുകളാണ്. ഇതിനകത്ത് കോൺഗ്രസ് നേടിയേക്കുന്നത് 99 സീറ്റുകളാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ BJP നേടിയേക്കുന്നത് 240 സീറ്റുകളാണ്. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് BJP തന്നെയാണ്. പക്ഷേ BJP ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ആവാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 പ്രധാന വ്യക്തികളുടെ പേര്. അതാണ് ഒന്ന്
TDP എന്ന് പറയുന്ന തെലുങ്ക് ദേശം പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി, അവരിപ്പോൾ NDAയുടെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഇത്രയധികം സീറ്റുകൾ ഉള്ളത്, 293 സീറ്റുകൾ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. തെലുങ്ക് ദേശം പാർട്ടി എന്ന് പറയുന്ന ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഇദ്ദേഹം നേടിയേക്കുന്നത് 16 സീറ്റുകളാണ്. ഇദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ഒരുപാട് ന്യൂസ് ചാനൽസിൽ മറ്റൊക്കെ കേട്ടേക്കുന്ന ഒരു പേര് തന്നെയായിരിക്കും. ഇദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് JDU എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ഇദ്ദേഹത്തിന്റെ പാർട്ടി അങ്ങ് ബീഹാറിൽ നേടിയേക്കുന്നത് 12 സീറ്റുകളാണ്. മൊത്തം 16+12 സീറ്റുകൾ. ഈ 2 പേര് ഇപ്പൊ NDAയിൽ നിൽക്കുന്ന ഈ 2 പേര്, അതായത് നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ഈ 2 പേര് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അലയൻസിലോട്ട് വന്നാൽ മൊത്തം 28 സീറ്റുകളാണ് ഇന്ത്യ അലയൻസിന് അധികമായിട്ട് കൂടുക എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. 28 സീറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് അത് ചില്ലറ സീറ്റല്ല. 234+28 എന്ന് പറയുന്ന ഒരു കണക്ക് നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 262 സീറ്റ് ഓൾറെഡി ഇപ്പൊ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ 262 സീറ്റുകൾ ഇന്ത്യ അലയൻസിന് നേടാനായിട്ട് സാധിക്കും. ഇതേ സമയത്ത് തന്നെ NDA എന്ന് പറയുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ 28 സീറ്റുകൾ കുറയുകയും ചെയ്യും. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 262 സീറ്റുകൾ ഇന്ത്യ അലയൻസിന് നേടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറും 10 സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ അലയൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയിലോട്ട് രാഹുൽ ഗാന്ധിനെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് വേണ്ടി വരുന്നത്. ആ 10 സീറ്റുകൾ എങ്ങനെയാണ് നേടാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിവസേന എന്ന് പറയുന്ന ഒരു പാർട്ടിനെ കുറിച്ച് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അവരിപ്പോൾ ഓൾറെഡി ഇന്ത്യ അലയൻസിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവരുടെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്ന പിന്നീട് ഇവരിൽ നിന്നും പിരിഞ്ഞു പോയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി എന്ന് പറയുന്നത്. ശിവസേനയിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പിന്നീട് അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, അവർ അതിൽ നിന്ന് പിരിഞ്ഞു പോയി. ഈ ഒരു പാർട്ടി, ഇദ്ദേഹത്തിന്റെ പാർട്ടി നേടിയേക്കുന്നത് 7 സീറ്റുകളാണ്. അപ്പോൾ 262 സീറ്റിന്റെ ഒപ്പം ഈ ഒരു 7 സീറ്റ് കൂടി ഇന്ത്യ അലയൻസിന് നേടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മൊത്തം 269 സീറ്റുകൾ നേടാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ബാക്കി വെറും 3 സീറ്റുകളാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി നേടിയിരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്. ഈ സീറ്റുകൾ എങ്ങനെയാണ് നേടാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ റിസൾട്ട് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പേരായിരിക്കും അതർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത്. എന്താണ് ഈ അതർ പാർട്ടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ചെറുകിട പാർട്ടികളെ പറയുന്ന, അതായത് സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ കൂടെ അലയൻസ് വെക്കാതെ നിൽക്കുന്ന പാർട്ടികളെ പറയുന്ന പേരാണ് അതർ പാർട്ടി എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് BJD എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത്. BJD എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നേടിയേക്കുന്നത് 2 സീറ്റുകളാണ്. ഈ 2 സീറ്റുകൾ കൂടി ഇന്ത്യ അലയൻസിന് നേടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മൊത്തം 271 സീറ്റുകൾ നേടാനായിട്ട് സാധിച്ചു. ബാക്കി നിൽക്കുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് തെലങ്കാന ആസ്ഥാനമായിട്ട് അവിടെ വിജയിച്ചേക്കുന്ന AIMIM എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. തെലങ്കാനയിൽ നിന്നുള്ള AIMIM എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിയുടെ ഒരു സീറ്റ് കൂടി ഇന്ത്യ അലയൻസിന് ലഭിച്ചാൽ, ഞാൻ പറയുന്നു ലഭിച്ചാൽ, അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് നരേന്ദ്രമോദി ആയിരിക്കില്ല, പക്ഷേ രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു കേവലം സ്വപ്നമാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെയുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന 2 ബിഗ് ബുൾ, 2 പ്രധാനപ്പെട്ട ആൾക്കാർ നിതീഷ് കുമാർ ആണെന്നുണ്ടെങ്കിലും ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ഇവരുടെ ടോട്ടൽ 28 സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ കൂടെ നിൽക്കുന്നത് BJPയുടെ കൂടെ, NDA എന്ന് പറയുന്ന ആ ഒരു അലയൻസിന്റെ കൂടെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇപ്പോൾ വന്നേക്കുന്ന ഒരു കറന്റ് ന്യൂസ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 പാർട്ടിയുടെ നേതാക്കന്മാർ നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്നതായിട്ട് നമ്മൾ ന്യൂസിൽ മറ്റൊക്കെ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവർ നരേന്ദ്രമോദിയെ തന്നെ ലീഡറാക്കണം, അടുത്ത പ്രധാനമന്ത്രി ആക്കണം എന്നുള്ള ആവശ്യങ്ങൾ മറ്റൊക്കെ ഉന്നയിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഗെയിം ചേഞ്ച് ആവുക എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഈ പറയുന്ന പാർട്ടികളെല്ലാം ഇന്ത്യ അലയൻസിലോട്ട് മാറിയാൽ, ഇത്രയും സീറ്റുകൾ ഇന്ത്യ അലയൻസിലോട്ട് മാറിയാൽ, മാറുമെന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് മാറാന്നല്ല, ഇപ്പൊ NDAയുടെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിലും ഇന്ത്യ അലയൻസിന്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിലും ഇവർ പറയുന്ന സെർട്ടൈൻ കണ്ടീഷൻസ്, ഒരു പക്ഷേ കേന്ദ്രമന്ത്രി സ്ഥാനമായിരിക്കാം, അതല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനമായിരിക്കാം, അവർ ചോദിക്കുന്ന അവരുടെ കണ്ടീഷൻ എന്താണോ ഈ കണ്ടീഷൻ പൂർണ്ണമാക്കാനായിട്ട് സാധിക്കുന്ന പാർട്ടി ഏതാണോ അവരുടെ കൂടെ ആയിരിക്കും ഈ പറയുന്ന 2 പ്രധാനപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ചെറുകിട പാർട്ടികളാണെങ്കിലും കൂടെ നിൽക്കാം. അങ്ങനെ NDAയുടെ കൂടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 3ാം പ്രാവശ്യം പ്രധാനമന്ത്രിയായിട്ട് വരാനായിട്ട് പോകുന്നത് ശ്രീ നരേന്ദ്രമോദിനെ ആയിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യ അലയൻസിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരാനായിട്ട് പോകുന്നത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു ഗെയിം തന്നെയാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എത്രത്തോളം വലിയൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് കൊടുക്കുമ്പോൾ അതിന് പകരം മറ്റൊന്ന് കിട്ടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന സാധനങ്ങൾ തരാം, ഇന്നതെല്ലാം തരാം, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരാം എന്ന് പറഞ്ഞ്
ക്യാൻവാസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ മേടിക്കുന്ന പാർട്ടി ഏതാണോ, അല്ലെങ്കിൽ അതിന് ലീഡ് ചെയ്യുന്ന അലയൻസിനെ ലീഡ് ചെയ്യുന്ന ആളാരാണോ അവരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്നുള്ളൊരു കാര്യം വേണം ചുരുക്കത്തിൽ പറയാനായിട്ട്. ജൂൺ 8-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. എനിവേസ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗംഭീര ഇലക്ഷൻ തന്നെയായിരുന്നു. കാരണം പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ഈ പ്രാവശ്യത്തെ ഇലക്ഷന്റെ റിസൾട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2014 283 സീറ്റുകളോട് കൂടിയിട്ടാണ് BJP ജയിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 2019 അത് 303 സീറ്റുകളായിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് ഈ പ്രാവശ്യം വെറും 240 സീറ്റുകളായിട്ട് കുറഞ്ഞേക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് താമര വിരിഞ്ഞോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2019 വെച്ച് അപേക്ഷിക്കുന്ന സമയത്ത് താമര കുറച്ച് വാടി പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇപ്പോൾ ധ്രുവ് രാട്ടെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളും നമ്മൾ കണ്ടേക്കുന്ന ന്യൂസുകളും വാർത്തകളും മറ്റു കാര്യങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്ന അൺഎംപ്ലോയ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ഫാക്ടറാക്കി മാറ്റി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലുള്ള BJPയുടെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഈ പ്രാവശ്യം രാമക്ഷേത്രം വന്നേക്കുന്ന സമയത്തും അയോധ്യ ടെമ്പിൾ വന്നേക്കുന്ന സമയത്തും ആ ഒരു ഇവന്റിന്റെ ഏറ്റവും വലിയൊരു സെൻസേഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അവിടുത്തെ റിസൾട്ട് വന്നേക്കുന്ന സമയത്ത് എന്താണെന്ന് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. കോൺഗ്രസ് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത്. ലൈക്ക് ഇന്ത്യ അലയൻസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത്. അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആ ഒരു പാർട്ടി, അവിടെ നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ കൂടി ഒരു ശക്തി ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്ത് ഈ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചേക്കാളും വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷനകത്ത് സംഭവിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. എനിവേസ് അടുത്ത പ്രധാനമന്ത്രി ആരാണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ കാണണം. കാരണം ഈ രണ്ടുപേരുടെയും മറ്റ് പാർട്ടികളുടെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം മാറി മറിയാമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനായിട്ട് സാധിക്കൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്? നിങ്ങൾ വോട്ട് ചെയ്തിരുന്നോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ചില സ്റ്റേറ്റുകളിൽ നോട്ടയ്ക്ക് പോലും ഭയങ്കരമായിട്ടുള്ള നമ്പർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നു. നിങ്ങൾ ആരെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? ശ്രീ നരേന്ദ്രമോദിയാണോ അതോ ശ്രീ രാഹുൽ ഗാന്ധിയാണോ എന്നുള്ളൊരു കാര്യം കൂടി താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ്വീൻ ആൾസോ സൈനിങ് ഔട്ട്. ബൈ.